അസ്സലാമലൈക്കും. സുഖാണെന്ന് കരുതുന്നു. കുറേ ആയി വീഡിയോസൊക്കെ എടുത്തിട്ട് 7 വർഷത്തോളമായി ഞാൻ ഈ ബൈക്ക് നോക്കി തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക കുറവങ്ങോട്ട് നികത്താൻ കരുതി. എനിക്ക് കോട്ടക്കലിൽ നിന്നൊരു ഷൂട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചത് എന്തെയ്യുന്നു ഇങ്ങനെയുള്ളൊരു ലാബും മറ്റു കാര്യങ്ങളും എന്തൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞത് എന്നൊക്കെ വരാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞത് എന്നൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചിന്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഈ വർക്ക് കിട്ടി. പിന്നെ അങ്ങനെ ഒരു സാഹചര്യമല്ല വീട്ടിലേക്ക് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങോട്ട് പോകാം. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എനിക്ക്. കുറേ ആയിട്ട് വീഡിയോ എടുക്കാതെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 ടേക്ക് എന്തായാലും എടുത്തിരുന്നത്. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ വന്നിരുന്നത്. എൻ്റെ നാട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു അബായൻ്റെ ഷൂട്ടാണ്. കോട്ടക്കലാണ് ഈ സ്റ്റോർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിനി അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ കസിനെ കൂട്ടി പോകാമെന്നായിരുന്നു. കാരണം ഷൂട്ടിൻ്റെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും കഴിയുണ്ടാവില്ല. പക്ഷേ നമുക്ക് മാക്സിമം നോക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാമല്ലോ. എന്നാലല്ല നമുക്ക് അടുത്തൊരു ഉഷാറൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഏതായാലും പോകാം. നല്ല പോയി നോക്കാം. 9 മണിയായി. കടപ്പ് തുറന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് മെല്ലെ പോവാം. വണ്ടിയിൽ പെട്രോളും അല്ല. അടിപൊളി. നമ്മൾ കോട്ടക്കലെത്തി. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തണം. ഞാൻ എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്? ടൈം നോക്കട്ടെ. 9 മണിക്കാണ് ഞാൻ ഇറങ്ങിയത്. സാധാരണ ഞാനൊന്ന് അത്യാവശ്യം മെല്ലെ പോകുന്നേ. സമയം കറക്റ്റാക്കിയാണ്. ഈ നേരത്ത് കട തുറന്നിട്ടുണ്ടാവില്ല. ഇവിടെ ഒന്നും കട അങ്ങനെ തുറന്നിട്ടുമില്ല. പോയി നോക്കാം കടയ്ക്ക്. അൽമാസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് കട വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നല്ല വെയിലാണ്. പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ റോസ അബായ. എന്താണ് റോസ അബായ. അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷോപ്പിലെത്തി. ഇതാണ് ഷോപ്പ്, റൗസ അബായാസ്. ഇവർക്ക് 2 ഔട്ട്ലെറ്റ് എന്തോ ഉണ്ട്. ഒന്ന് വേങ്ങരയും അതുപോലെ ഇവിടെ സൈലന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്. നമുക്കൊന്ന് ഉള്ളിൽ കയറി വെക്കാം. അപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ ഷോൾസ് നമ്മൾ നേരത്തെ കാണിച്ചത് മാത്രമൊന്നുമല്ല, അതാ ഇവിടെയും കുറേ ഐറ്റംസ് ഉണ്ട് പല കളറിൽ. അതേപോലെ വേങ്ങര ഔട്ട്ലെറ്റിൽ ഇതിലേറെ ഒരു 1 ഫ്ലോർ ഫുൾ ഫ്ലോർ ഫുള്ള് ഇങ്ങനെ ഷാളിൻ്റെ കളക്ഷൻസ് നിറയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ജേഴ്സി, ഷിമ്മർ, ജോർജറ്റ് മെറ്റീരിയൽ, ഞാൻ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ആളാണെങ്കിൽ എനിക്ക് കുറച്ച് വോളിയം വേണം. അപ്പോൾ ഇതിനോടൊക്കെ താല്പര്യമുള്ള ഗേൾസിന് ഇവിടെയൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനി ടൈപ്പ് ഒരു പർദ്ദ ഉണ്ട് ഇവിടെ, അബായ സോറി. അതേപോലെ പശ്മിന മെറ്റീരിയലിൽ ഇപ്പോൾ ഫുൾ ട്രെൻഡിങ് കളിക്കണ സാധനം അതുമുണ്ട്. പിന്നെ ഇവിടേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇതേനുണ്ട്. അടിപൊളിയായില്ലേ? എനിക്കിത് നല്ല ഇഷ്ടമായി. പക്ഷെ ഇത് ഞാൻ എൻ്റെ താത്താക്ക് വാങ്ങിക്കൊടുത്താലോ എന്നിങ്ങനെ ഒരു മൈൻഡിൽ ചെറുതായിട്ട്. പക്ഷെ അത് ഓൾക്ക് റെഡി ആവുമോ എന്നുള്ളതാണ് എനിക്കറിയാത്ത. കാരണം അത് അത്യാവശ്യം നല്ല വലിയ സൈസാണ്, അത്രയും വേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട്.
അതേപോലെ ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച കഫ്താനിൻ്റെ പല ടൈപ്പ് കളറിൽ, ഒന്ന് ബ്രൗണിലുണ്ട്, ബ്ലാക്കിലുണ്ട്, അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ഓണിയൻ പിങ്ക് ടൈപ്പ് ഓഫ് കളറിൽ വേറൊന്നും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിനി ഷൂട്ട് ചെയ്യാൻ പോണത്, അത് കാണാം ഇനി. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ കോസ്റ്റ്യൂം. ഷൂട്ടിന് മുമ്പ് റെഡി ആവുന്ന ഫായിയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്തോരം ഒഴിക്കാന്നറിയോ, എത്ര നേരായി ഇത്. ഞാൻ പറയാതെ വീഡിയോ എടുക്കുന്നുണ്ട്. മീമി മീമി തൊടാൻ പറ്റും എനിക്ക്, തൊടെ തൊടെ. ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്. ഇത് മറ്റേതിൻ്റെ ഏകദേശം സെയിം തന്നെ, ചെറിയൊരു പാറ്റേൺ വ്യത്യാസമുള്ള ഈ ഡിസൈനിൻ്റെ ഇവിടെ. ഈ മെറ്റീരിയൽ എല്ലാവർക്കും അറിയുണ്ടാവും, ഷിമ്മർ ട്രെൻഡിങ് അല്ലേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ്. പിന്നെ എന്തെങ്കിലും പറയാം, കഫ്താനിയല്ല. അതെ അതെ, കഫ്താനി. തിരിയണ്ട, നീ എഴുതുണ്ടല്ലോ. അപ്പൊ അതിന് ഫുൾ വർക്ക് കണ്ടത്. അപ്പോൾ ഇതോടെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എനിക്കിതിനുള്ള ശേഷിയില്ല, ജീവനില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, വീട്ടിലെത്താണ്ട്. താത്ത ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല, അങ്ങനെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം പോട്ടെ, ഇപ്പം തന്നെ കുറേ നേരം വൈകി. അപ്പം ശരി, ബൈ ബൈ.